ഗൈസ് വെൽക്കം വിക്ടോസ് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു. BTC എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 89-90 കയ്യിലിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡോജ് കോയിൻ ഇന്നലെ 0.35 വന്നിരുന്നു അല്ലേ. കുറച്ച് പേര് അവിടുന്ന് ബൈ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഈ 2021 വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വേരിയേഷൻസ് ഈ 0.36ൻ്റെയും 0.40ൻ്റെ അവിടെ നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് പുതിയ ഓൾ ടൈം ഹൈ ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിക്ക് കുറച്ചും കൂടി ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് വരണമെങ്കിൽ ഇവിടുന്ന് ഒരു റിജക്ഷൻ വന്ന് കുറച്ചും കൂടി ഫിൽട്ടർ ചെയ്യപ്പെട്ട് കുറച്ചും കൂടി നല്ല ആൾക്കാർ ബൈയിങ്ങിലേക്ക് വരണം. നമുക്ക് ആ ഡോജിനെ കുറിച്ച് പൂർണ്ണമായും പിന്നെ സംസാരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വാസറക്സിൻ്റെ ഇഷ്യൂ ആണ്. പൊതുവേ ഒരു ഭാഗ്യവശാൽ വാസറക്സിനെ കഴിഞ്ഞ കുറേ നാളായിട്ട് വാസറക്സിലേക്ക് ഫണ്ട് മാറ്റണം, വാസറക്സ് യൂസ് ചെയ്യണമെന്ന് പറയാത്തത് ഒരു ഗുണമായും തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഫ്യൂച്ചർ ട്രേഡൊക്കെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ബിനാൻസ്, ബൈബിറ്റ്, ഹോബി പോലുള്ള എക്സ്ചേഞ്ചുകളായിരുന്നു കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് നമ്മളെ അറിയപ്പെടുന്ന മെമ്പേഴ്സിൽ അധികം ആൾക്കാരില്ലെങ്കിലും ബേസിക് ആയിട്ടുള്ള എല്ലാവരും, ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല സ്പോട്ടാണ് നമ്മുടെ നാട്ടിലൊരു സ്പോട്ട് ഹോൾഡ് ചെയ്യുന്ന കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ സജീവമായിട്ടുണ്ടായ അധികം ആൾക്കാരുടെ ഒരു എമൗണ്ടെങ്കിലും വാസറക്സിൽ ഉണ്ടായിട്ടുണ്ടാവും. അതെനിക്ക് ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നമുക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബിനാൻസ് ഒക്കെ ചിലപ്പോൾ ഒരു നോർമലായ ഒരാൾക്ക് വാസറക്സ് യൂസ് ചെയ്ത ഒരാൾക്ക് ബിനാൻസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് പൊതുവെ എല്ലാവരും വാസറക്സ് ആയിരുന്നു ചിലപ്പോൾ. പിന്നെ ആ സമയത്ത് കഴിഞ്ഞ ബുൾ മാർക്കറ്റ് സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്പോട്ടിന് യൂസ് ചെയ്തു. പെട്ടെന്ന് USDT ബൈ ചെയ്യാനൊക്കെ വാസറക്സ് അന്നേരം നമുക്ക് ഓർമ്മയുണ്ട്. ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് ബൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ വാസറക്സ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. അവർക്ക് ഇന്ന് എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, ഫണ്ട് വാസറക്സിലാണ്, ഡോജ് കോയിനൊക്കെ ഉണ്ട്, ഡോജ് കോയിനൊക്കെ നല്ല രീതിയിൽ കയറിയിട്ട് ഒന്നും യൂസ്ഫുൾ ആക്കാൻ പറ്റുന്നില്ല, വളരെ ആവറേജ് ചെയ്യപ്പെട്ട ഡോജ് കോയിൻ ഉണ്ട്, ഇനി ഒരിക്കലും കിട്ടാണ്ടാവോ, വളരെ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നു, നമ്മൾ ആദ്യം സെല്ല് ചെയ്താൽ പോലും ഇത്ര റിഗ്രറ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ട്രേഡിൽ ലോസ് ഉണ്ടായ റിഗ്രറ്റ് ഇല്ല, ഇത് നമ്മൾ വലിയ പ്രതീക്ഷയിൽ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ പീക്കിൽ പോലും, പക്ഷെ എന്നാൽ പോലും ഡോജ് കോയിനൊക്കെ വലിയ പ്രതീക്ഷയിൽ കുറച്ച് എമൗണ്ട് വാങ്ങി, പക്ഷെ ഇപ്പോൾ അത് വിഡ്രോ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ സ്റ്റക്ക് ആകുമ്പോൾ ക്രിപ്റ്റോ ഫീൽഡിനോട് തന്നെ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നു. ഇങ്ങനെയാണെങ്കിൽ എല്ലാ എക്സ്ചേഞ്ചിനും ഈ ഗതി വന്നാലോ, എങ്ങനെയാണ് ഇനി പുതിയൊരു കോയിൻ വാങ്ങുക, ഇത്തരം ഒരു തോട്ടുകൾ ഈ പറയുന്ന ബുൾ മാർക്കറ്റ് പീക്കിൽ കഴിഞ്ഞ 6 മാസം റീഅക്യുമുലേറ്റ് ചെയ്യുന്നിടയിലും ഈ വാസറക്സ് യൂസ് ചെയ്ത് പിന്നെ ഈ പ്രശ്നം വന്നേ പിന്നെ കുറേ ആൾക്കാർ ചിലപ്പോൾ ക്രിപ്റ്റോ ഫീൽഡിൽ ഇനി ഡെപ്പോസിറ്റ് ചെയ്യണോ എന്നുള്ള തോട്ടുകൾ വന്നതായി എനിക്കറിയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ഓപ്ഷൻ, എല്ലാ എക്സ്ചേഞ്ചിലും ഈ ഒരു സംഭവം ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വാസറക്സിൻ്റെ മാത്രം കുറ്റമാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ സെക്യൂർ സിസ്റ്റം വീക്കായി എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത് പ്രത്യേകിച്ച് എന്നോട് ആൾക്കാർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇനി സെല്ല് ചെയ്യുന്നത് ജൂൺ അല്ലെങ്കിൽ അടുത്ത ബുൾ മാർക്കറ്റ് പീക്ക് എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന മെയ് മാസമാണ്, എൻ്റെയും ഒരു ഹ്യൂജ് ഫണ്ടാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്പെസിഫിക് കോയിൻ ആണെങ്കിൽ വാലറ്റിലേക്ക്, അതിന് പല സൗകര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് സൂക്ഷിക്കുന്നതും ആ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സ്ചേഞ്ചിൽ സെല്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊന്നും വലിയ ടാസ്കിലല്ല. അതിനെക്കുറിച്ചുള്ള ഒരു സ്ക്രീൻ റെക്കോർഡഡ് വീഡിയോ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതേ സമയത്ത് അത്യാവശ്യം ചെറിയ ഫണ്ടാണ്. ഇപ്പോൾ ബിനാൻസ് ഒക്കെ പൊതുവേ ഇന്ത്യയിൽ ഇപ്പം ആഫ്റ്റർ ബാനിന് ശേഷം, ടാക്സേഷൻ വന്നതിന് ശേഷം ഇന്ത്യയിൽ ഒരു സേഫ് ഓപ്ഷൻ പോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ബിനാൻസിൻ്റെ കാര്യത്തിൽ കറൻ്റ്ലി അതുകൊണ്ട് കുറച്ച് ഓക്കെ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ടാക്സേഷൻ്റെ കാര്യത്തിലൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബിനാൻസ് തന്നെയാണ് പ്രശ്നം. ടാക്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം, കാരണം കറക്റ്റ് അതിൻ്റെ ഒരു ഐഡിയ വരുന്നത്ര. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയാത്തത്. ഇനിയുള്ളത് വാസറക്സിൻ്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒന്നാമത് നമ്മൾ ഓൾറെഡി പുതിയാൾക്ക് എന്തായാലും അതിലേക്ക് ഇനി പോകുന്നില്ല എന്ന് ഉറപ്പാണല്ലോ. ഓൾറെഡി ഇല്ലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഹോപ്പ് കൈവിടുന്നതിൽ അർത്ഥമില്ല. കാരണം വാസറക്സിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി നിങ്ങളുടെ എമൗണ്ട് അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഈ ജാനുവരി ഫെബ്രുവരി മാസത്തിൽ ഈ ബുൾ മാർക്കറ്റിൻ്റെ ഒരു ആരവങ്ങൾ കാണുമ്പോൾ വാസറക്സ് അതിനൊരു പരിഹാരങ്ങൾ കണ്ടെത്തിയേ പറ്റൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അത്രയും യൂസേഴ്സ് ഉണ്ട്, കുറേ കേസുകൾ വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല പോലീസ് ഇതിൻ്റെ അടുത്ത് അതിൻ്റെ ഹാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ഇതിൻ്റെ ബാക്കിലുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ എനിക്ക് തോന്നുന്നത്. കാരണം ഈ 2 ദിവസം മുമ്പാണ് ആ ന്യൂസ് നമുക്ക് വന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ പിന്നിൽ അന്വേഷണവും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത് അവരുടെ ഒരു റീകാൽക്കുലേറ്റിംഗ് സെറ്റപ്പൊക്കെ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന പോലെ എൻ്റെ നമ്മളെ പഴയ എമൗണ്ട് ആണോ നമുക്ക് ലഭിക്കുക എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. പക്ഷേ റീകാൽക്കുലേറ്റിംഗ് സെറ്റപ്പിൽ നോക്കുമ്പോൾ അവരെന്തെങ്കിലും ഒന്ന് പണ്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എമൗണ്ട് റീകാൽക്കുലേറ്റ് ചെയ്ത് ഏതെങ്കിലും സ്പെസിഫിക് കോയിൻ ആക്കിയിട്ടോ അല്ലെങ്കിൽ സ്പെസിഫിക് സെറ്റപ്പിലോ ഫുൾ എമൗണ്ട് റീബൈ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കോയിനായിട്ടല്ലെങ്കിലോ ഏതെങ്കിലും ഒരു കോയിനായിട്ടോ മറ്റോ അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടും ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ബുൾ മാർക്കറ്റ് ഒന്നും കൂടി പ്രത്യേകിച്ച് ഈ
BTC ഒക്കെ 100K ആടെ അടുക്കുന്ന സമയത്ത് ബുൾ മാർക്കറ്റ് സംബന്ധിച്ചിടത്തോളം വാസറക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബിസിനസ്സാണ്. കഴിഞ്ഞ ബുൾ മാർക്കറ്റ് സമയത്ത് അത്രയും ട്രേഡിംഗ് വോള്യൂം കിട്ടിയ ഒരു എക്സ്ചേഞ്ചാണ് വാസറക്സ്. അപ്പോൾ ആ എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ബുൾ മാർക്കറ്റിലേക്ക് ട്രസ്റ്റ് വരുത്തുകയും ഈ ഒരു 6 മാസം കൊണ്ട് ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞ എൻ്റയർ ബിയർ മാർക്കറ്റിൻ്റെ ട്രേഡിംഗ് വോള്യൂം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഓപ്ഷനും ഉണ്ടാവാനുള്ള ഒരു സാധ്യത നമ്മൾ തള്ളിക്കളയേണ്ട. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ റീകാൽക്കുലേഷൻ അവർ തന്നെ പോസ്റ്റ് ചെയ്തതാണ്. അത് വെച്ചിട്ട് അവർ അലോക്കേറ്റ് ചെയ്യുമെന്നുള്ളത് ട്വിറ്ററിൽ ഞാൻ കണ്ടതാണ്. അതിൻ്റെ ഒരു പൂർണ്ണ വശം എന്താണ്, അതിൻ്റെ ശരിയായ ഐഡിയകൾ എന്താണെന്നുള്ളത് വരും അപ്ഡേറ്റുകളിൽ നമുക്ക് നോക്കാൻ പറ്റും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്കൊരു ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ വാസറക്സിൽ അങ്ങനെ ഒരു എമൗണ്ട് ഇതായി എന്നുകൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യപ്പെടരുത്, ക്രിപ്റ്റോയെ ഫീൽഡെ ഒന്നാകെ എന്ത് ചെയ്യപ്പെടരുത്, ആ ഒരു ജനറലൈസ് ചെയ്യരുത് എന്നും കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങളുടെ ആ കോയിൻസ് സേഫ് ആയിരിക്കും എന്ന് തന്നെയാണ് കറൻറ്റ്ലി വാസറക്സിൽ നിന്നുള്ള ചെറിയ ചെറിയ അപ്ഡേറ്റുകളായിട്ട് കാണുന്നത്. എന്നുകൊണ്ടും നമ്മളെപ്പോഴും വേഴ്സ്റ്റ് കേസ് സിനാരിയോ പ്രിപ്പയർഡ് ആയിരിക്കണം. എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ എന്തായാലും ഹ്യൂജ് എമൗണ്ട് ആയത് തന്നെ ഇതിൻ്റെ പിന്നിലൊരു ഹ്യൂജായിട്ടുള്ള വർക്കിംഗ് ആയിട്ടും കേസായിട്ടും ആൾക്കാർ പോകുന്നുള്ളത് ഉറപ്പായത് കൊണ്ട് തന്നെ ഒരു ഇന്ത്യ എന്ന രാജ്യത്ത് ഇത്രയും ആൾക്കാരുടെ ഫണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെതിരെ കേസും കാര്യങ്ങളും എന്തായാലും വരും. പ്രത്യേകിച്ച് വാസറക്സ് ഒക്കെ ഇന്ത്യൻ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗവൺമെൻറ്റിനും അതിൻ്റേതായ ഉത്തരവാദിത്വം ഉണ്ട്. കാരണം ആ ഒരു ഇത്ര ആൾക്കാരുടെ ഫണ്ടുകൾ തിരിച്ചു നൽകേണ്ടത് അല്ലെങ്കിൽ അതിനൊരു പരിഹാരം നൽകേണ്ട കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കുക. ഞാൻ ഈ വിഷയം പറയാമെന്ന് പറയുന്നത് പൊതുവേ വാസറക്സ് റിലേറ്റഡ് ഞാൻ ഒന്നാമത് പുറത്തായതുകൊണ്ട് എനിക്ക് അധികം വാസറക്സിൻ്റെ സെറ്റപ്പ് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ പൊതുവെ യൂസ് ചെയ്യാത്തൊരു എക്സ്ചേഞ്ച് ആയിരുന്നു. പക്ഷേ നമ്മുടെ ഇടയിൽ കമൻറ്റ് ബോക്സിൽ അധികം വാസറക്സ് റിലേറ്റഡ് ആകുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നത് അവരെ അഡ്രസ്സ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ദേഷ്യപ്പെടാനും നിങ്ങൾക്ക് വിഷമിക്കാനും അല്ലെങ്കിൽ ഈ വിഷയം ഓർത്തിട്ട് ഒന്ന് ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള എല്ലാ അർഹതയുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്, നമ്മൾ അധ്വാനിച്ച ഒരു എമൗണ്ട് നമ്മൾ പ്രതീക്ഷയിൽ ഒരു കോയിൻ, പ്രത്യേകിച്ച് ഡോജൊക്കെ ഇത്ര വലിയ രീതിയിൽ കയറുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തായാലും അമർഷം ഉണ്ടാവും. പക്ഷെ നമ്മുടെ ജീവിതം ഇങ്ങനെയാണെന്നും ഈ ഓപ്പർച്യൂണിറ്റി ഒന്ന് നഷ്ടപ്പെട്ടെന്ന് കരുതി നമ്മൾ പൂർണ്ണമായിട്ടും ആ ഫീൽഡിനെ വെറുക്കുക അല്ലെങ്കിൽ ആ ഫീൽഡിലേക്ക് ഇനി ഇല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റാതെ അവസരങ്ങൾ എന്നും സെറ്റപ്പായി നിൽക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ, ഭാവിയിൽ ഇനി ഇങ്ങനെയുള്ള സെറ്റപ്പുകൾ വരാതിരിക്കാനുള്ള സേഫ്റ്റി മെഷേഴ്സ് എടുക്കുക. പ്രത്യേകിച്ച് ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഇടുന്നവർ എപ്പോഴും ശരിയാണ്, എക്സ്ചേഞ്ചുകൾ നല്ലതാണ്, എക്സ്ചേഞ്ചുകൾ കറൻ്റ്ലി ഓക്കെ ആയിരിക്കും, എന്നാൽ പോലും നമ്മുടെ സെൽഫ് വാലറ്റ് അതിൻ്റെ കുറേ വീഡിയോസ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അതിനുള്ള സെറ്റപ്പ് നോക്കുക, അതിലേക്ക് വിഡ്രോ ചെയ്ത് സേഫ് ആക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ഇങ്ങനെയുള്ള വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായ കോഡുകളിലുണ്ടാവും. ആ കോഡുകളൊന്നും ഒരിക്കലും മറന്നു പോകരുത്. കാരണം കഴിഞ്ഞ ബുൾ മാർക്കറ്റ് സമയത്ത് ട്രസ്റ്റ് വാലറ്റിൻ്റെ ഒക്കെ ആ ഒരു കീസ് മറന്നുപോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഉണ്ടാവരുത്. കാരണം 2012 വരെ ആ സമയത്ത് വരെ ബിറ്റ് കോയിൻ ഇത്തരം വാലറ്റുകൾ സൂക്ഷിച്ച, തീരെ എക്സ്ചേഞ്ചുകളൊന്നും ഇല്ലാത്ത സമയത്ത് വാലറ്റുകൾ സൂക്ഷിച്ച കഥ അറിയാം. അപ്പോൾ ഇന്നത്തെ ഈ കാലത്ത് വളരെ സേഫായ വാലറ്റുകളുണ്ട്, നമുക്ക് അങ്ങനെയും സൂക്ഷിക്കാം. അല്ലാണ്ട് വെറും എക്സ്ചേഞ്ച് മാത്രമാണ് ഓപ്പർച്യൂണിറ്റി എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. കുറേ ആൾക്കാർക്ക് ഹ്യൂജ് എമൗണ്ട് ഇടാനുള്ള മടി തന്നെ ഒന്നാമത് ഒരു ലോങ് ടേം ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യണം. കാരണം എല്ലാവർക്കും ഒരു ഹോപ്പ് ഉണ്ട്. ഇപ്പോൾ ബിറ്റ് കോയിനൊക്കെ എനിക്ക് തോന്നുന്നു 100Kൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം വരും. കാരണം ETF ലിസ്റ്റ് ചെയ്യപ്പെട്ടു, ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുന്നു, ഇലോൺ മാസ്ക് സംസാരിക്കുന്നു, അവർ ഹോൾഡ് ചെയ്യുന്നു. ഇപ്പോൾ ഡോജ് കോയിനെ കുറിച്ചൊക്കെ ജനങ്ങൾക്കൊരു ധാരണ വന്നിട്ടുണ്ട്. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആ മറ്റേ സംഭവമില്ല ഡോജ് എന്ന് പറഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കൊണ്ടുവന്നപ്പോൾ, ഡോജ് എന്നുള്ള ആ നെയിമിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇലോൺ മാസ്ക് അതിൽ ഡോജ് റിലേറ്റഡായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ 1-2 കോയിനിലെങ്കിലും ഇപ്പോൾ പ്രതീക്ഷകൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവർ എന്നോട് പറയുന്നത് എനിക്ക് ലോങ് ടേം ഹോൾഡ് ചെയ്യണം, എന്താണ് വഴി, എക്സ്ചേഞ്ചുകൾ വിശ്വസിക്കാൻ പറ്റുമോ, ഒരു സുപ്രഭാതത്തിൽ ഈ എക്സ്ചേഞ്ച് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുക. അത്തരം ആൾക്കാർ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി ശരിക്കും നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ എപ്പോഴും ഒരു ബുൾ മാർക്കറ്റ് ടോപ്പിൽ എടുത്തിട്ട് ബിയർ മാർക്കറ്റിൽ റീബൈ ചെയ്യുന്നതാണ് പേഴ്സണലി ഏറ്റവും അടിപൊളി. പക്ഷേ എങ്കിൽ പോലും ചില ആൾക്കാർക്കുണ്ട്, ഇല്ല അങ്ങനെയല്ല, ബൈ ചെയ്തുകൊണ്ടിരിക്കാം, ബിയർ മാർക്കറ്റ് വരുമ്പം ബൈ ചെയ്തുകൊണ്ടിരിക്കാം. ഡയമണ്ട് ഹാൻഡ് സെറ്റപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾ വാലറ്റുകൾ സൂക്ഷിക്കുക, അത് തന്നെയാണ് അടിപൊളി. ഈ വാലറ്റുകൾ നിങ്ങൾക്ക് എങ്ങനെ ഹാർഡ്വെയർ എനിക്കും സോഫ്റ്റ്വെയർ എങ്ങനെയും ഉണ്ടാവും, അങ്ങനെയുള്ള നിങ്ങൾ സെറ്റപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ കീസും നിങ്ങൾ ഇത് കാര്യങ്ങളും ഒരു 5-6 സ്ഥലത്ത് വിശ്വസിക്കുന്ന ആളെ സെറ്റപ്പിൽ എഴുതി വെക്കുന്ന സെറ്റപ്പും ചെയ്താൽ അടിപൊളിയാണ്. ഈ വാസറക്സ് നമുക്ക് നൽകിയൊരു പാഠമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ വന്നാൽ പോലും അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഭാവിയിൽ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലാതെ മുന്നേറാനും നമുക്ക് കഴിയണം. ഓക്കെ, ബൈ.